ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. സഹസ്രദളം ഉൾപ്പെടെയുള്ള അപൂർവ ഇനം താമരപ്പൂക്കൾ, വിവിധതരം ആമ്പലുകൾ. പട്ടാമ്പി പൂവത്തിങ്കൽ അച്യുതൻകുട്ടിയുടെ വീട്ടിൽ എന്നും പൂവസന്തമാണ്. പട്ടാമ്പി പൂവത്തിങ്കൽ വീട്ടിലേക്ക് എത്തുന്നവരെ വരവേൽക്കുന്നത് താമരപ്പൂക്കളും ആമ്പൽപ്പൂക്കളുമാണ്. ഒന്നും രണ്ടുമല്ല, 36 ഇനം താമരപ്പൂക്കൾ, 16 പരം ആമ്പൽപ്പൂക്കൾ, ഓർക്കിഡ് ഉൾപ്പെടെയുള്ള മറ്റ് ചെടികൾ. അച്യുതൻകുട്ടിയുടെ വീട്ടുമുറ്റത്ത് ഇന്നും വസന്തകാലമാണ്. പൂക്കളുടെ നിറപ്പകിട്ടാർന്ന വർണ്ണലോകം. നാൽപ്പത്തിയഞ്ച് വർഷക്കാലം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ബിസിനസ് ചെയ്യുകയായിരുന്നു അച്യുതൻകുട്ടി. 3 വർഷം മുമ്പാണ് നാട്ടിൽ സ്ഥിരതാമസമാക്കിയത്. ജീവിത സായാഹ്നം കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന അച്യുതൻകുട്ടി കൗതുകത്തിനായാണ് പൂക്കളുടെ ലോകത്തേക്ക് തിരിഞ്ഞത്. താമരയിലും ആമ്പലിലും മാത്രം ഒതുങ്ങുന്നില്ല അച്യുതൻകുട്ടിയുടെ പൂക്കളോടുള്ള ഇഷ്ടം. ഒരു വർഷം മുമ്പാണ് പൂക്കളുടെ പരിപാലനവുമായി അച്യുതൻകുട്ടി സജീവമാകാൻ തുടങ്ങിയത്. ഓൺലൈൻ വഴിയാണ് താമരയുടെയും ആമ്പലിൻ്റെയും വിത്തുകളും കിഴങ്ങുകളും എത്തിക്കുന്നത്. സാമ്പത്തിക ലാഭത്തിനൊന്നുമല്ല ഈ പൂക്കളുടെ പരിപാലനമെന്ന് അച്യുതൻകുട്ടി പറയുന്നു. മാനസികമായ ഉല്ലാസം തന്നെയാണ് ഇതിനു പിന്നിൽ. തുടങ്ങിയത് ഞാൻ കിഴങ്ങ് വാങ്ങിച്ച് തുടങ്ങിയതാണ്. എല്ലായിടത്തും കണ്ടപ്പോൾ നമുക്ക് ഒരു താല്പര്യം തോന്നിയിട്ട് വാങ്ങിയതാണ്. ഓൺലൈനിൽ വഴി കിഴങ്ങ് വാങ്ങി, അത് പിന്നെ നമ്മൾ പാർസൽ 2 ദിവസം പിടിക്കും പാർസൽ കിട്ടാൻ. ഓരോരുത്തർ ചെല്ലുമ്പോൾ ചില സ്ഥലത്ത് കാണുമ്പോൾ നല്ല ഇതായിട്ട് കാണാം. അതന്നെ, വേറെ ഒന്നുമല്ല. 34 തരം താമര ഉണ്ടാവും. പേര് എല്ലാതും ഓർമ്മയില്ല, എന്നാലും പ്രധാനപ്പെട്ടത് തമോ, ബുച്ച, അഖില, കാവേരി, റാണി റെഡ്, പിന്നെ അമരി പിയോണി, യെല്ലോ പിയോണി, യെല്ലോ പോറൽ പിങ്ക്, പിന്നെ 1000 പെറ്റൽസ്, അതായത് സഹസ്രദളം എന്ന് പറയില്ലേ നമ്മൾ, അത് ചുരുങ്ങി. അത് മൊട്ട് വരുന്ന, ശരിക്കും മൊട്ട് വന്ന ഒരാഴ്ച എങ്ങനെയും മേലെ വരും മൊട്ട് പൂ വിരിയാൻ. പൂക്കൾക്ക് പുറമെ അലങ്കാര മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ പരിപാലനവും അച്യുതൻകുട്ടി നടത്തുന്നുണ്ട്. ഭാര്യ രമണിയുടെയും മക്കളുടെയും മരുമക്കളുടെയും എല്ലാം പൂർണ്ണ പിന്തുണയും അച്യുതൻകുട്ടിക്ക് ഉണ്ട്.